അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം. അതാണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ. അന്ധമായി ജീവിച്ചു പോകരുത്. എൻ്റെ ഉമ്മങ്ങന്മാരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ചെറുപ്പക്കാരെ മാരകമായ രോഗം കൊണ്ടാണ് അള്ളാഹ് ഇപ്പോൾ ശിക്ഷിക്കുന്നത് കേട്ടോ. ചെറിയ നിരപരാധികളെ കുട്ടികളാണ് അള്ളാഹ് ശിക്ഷിക്കപ്പെടുന്നത്. എൻ്റെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം. എന്ത് കോലം കെട്ടാം, എന്തും ചെയ്യാം എന്ന് മനുഷ്യനിക്ക് അധികാരമുണ്ടെങ്കിൽ അള്ളാഹുവിനെ ശിക്ഷിക്കേണ്ട അധികാരമുണ്ട് കേട്ടോ. മറന്നു പോകരുത് കേട്ടോ. ചോരത്തിളപ്പ് ദീനാവണം, ആരോഗ്യം ദീനാവണം, മക്കളെ ആയുസ് ദീനാവണം. ഇതെല്ലാം റബ്ബ് തന്നതാണ് കേട്ടോ. ഒരൊറ്റ നിമിഷമേ എനിക്കും നിങ്ങൾക്കുള്ളൂ. ദീർഘമായ ഒരു നില അള്ളാഹ് തന്നിട്ടില്ല, തെളിയുകയുമില്ല. അതുകൊണ്ട് തന്നെ മക്കളെ ചെറുപ്പക്കാരെ, ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞേ ഉള്ളൂ. ഇന്നലെ കണ്ടില്ലേ, വെറും ചെറുപ്പക്കാരൻ മക്കളെ ആലോചിച്ചു കൊള്ളണം. എൻ്റെ നിങ്ങൾ രജിസ്ട്രേഷൻ ഖബറിലേക്കാണ്. എൻ്റെ നിങ്ങൾ രജിസ്ട്രേഷൻ ഖബറിലേക്കാണ്. ഏത് സമയത്തും മക്കളെ ഞാനും പോകേണ്ടവരാണ്. ഒരു മണിക്കൂർ കണ്ടാൽ ഒരു മണിക്കൂർ കാണാനില്ല. രാത്രി കണ്ടവൻ പകലില്ല, പകൽ കണ്ടവൻ രാത്രിയില്ല. എല്ലാം ഒരു നിമിഷമാണ് കേട്ടോ. ഉറങ്ങിക്കിടന്നവൻ പിറ്റേന്ന് സുബഹിക്കില്ല. ആ മക്കളെ ഒന്ന് ആലോചിച്ചു കൊള്ളു കേട്ടോ. ഏത് സമയത്തും ഞാൻ നിങ്ങൾ ഖബറിലേക്ക് രജിസ്ട്രേഷനാണ് മക്കളെ. ദുനിയാവെല്ലാം നിങ്ങൾ ബിൽഡിങ്ങുകളാണ്, പക്ഷേ മനുഷ്യൻ്റെ രജിസ്ട്രേഷൻ ഖബറിലേക്കാണ് എന്നുള്ള ചിന്ത ഒന്ന് വേണം മക്കളെ. അന്ത്യമായി ജീവിക്കലല്ല കേട്ടോ. അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന ആയുസ്, ഇതെല്ലാം എന്തിനു ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളും കേൾക്കുന്ന നിങ്ങളും ഒന്ന് മറുപടി പറയണം കേട്ടോ. അതെല്ലാം സമയം ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ചെറുപ്പക്കാരെ, ആരോഗ്യം റബ്ബ് തന്നതാണ്, ആയുസ് റബ്ബ് തന്നതാണ്. ഉമ്മയോ വാപ്പയോ അല്ല ഇവിടുത്തെ ഗവൺമെൻറ്റോ തന്നതല്ല കേട്ടോ. ഒന്ന് അല്പം ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാരെ. നിങ്ങൾ ഇന്ന് പൊതുരംഗത്തിറങ്ങിയ കാലമാണ് കേട്ടോ. ദുനിയാ മുഴുവനും ഫസാദാൻ. ഒന്ന് ആലോചിച്ചു കൊള്ളുക കേട്ടോ എൻ്റെ ഉമ്മങ്ങന്മാരെ, എൻ്റെ ചെറുപ്പക്കാരെ. ഉറങ്ങുന്ന സമയത്ത് കൈ എന്താണ് ഹൃദയത്തിൽ വെച്ചൊന്ന് ആലോചിച്ചു കൊള്ളുക. എന്താണ് നമ്മൾ ഖബറിൻ്റെ സ്ഥിതി കണ്ടില്ലേ? നിങ്ങളെ ഖബർ എന്താണ്? പാമ്പുകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഇതിലൊന്നും ഞമ്മക്ക് അത്ഭുതപ്പെടാനില്ല. ഇതെല്ലാം ഹബീബ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഖബർ? പാമ്പുകളും തേളുകളും ഉറുമ്പുകളും എല്ലാം അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാത്തവൻ ക്യാമനാൾ വരെ ഖബറിൽ എന്താണ് ശിക്ഷയാണ്. അതും അങ്ങനെയുള്ള പാമ്പാണ്. കണ്ണാലുള്ള പാമ്പിൻ്റെ കണ്ണ് തീയാലുള്ള 2 കണ്ണാണ്. അതിൻ്റെ നഖങ്ങളോ ഇരുമ്പാലുള്ള നഖങ്ങളാണ്. അതാ എന്താണ് തലയിൽ കൊത്തുന്ന ഭൂമിയിലേക്ക് താകപ്പെടുന്നു. അതേ സ്പോട്ടിൽ ഉണ്ടാകുന്ന ഖബറിലേക്ക് യാത്രയാക്കുന്നു. മന്നാൾ വരെ ശിക്ഷക്കാരനാണ്. എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ വയസ്സുള്ളവരെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവ് അല്ലാഹു കാണിച്ച വഴി, ഹബീബ് കാണിച്ച വഴി, ഔലിയാക്കന്മാർ കാണിച്ച വഴി, പണ്ഡിതന്മാർ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. അല്ലാതെ ഇബ്ലീസ് കാണിക്കുന്ന വഴിയിലേക്ക് അങ്ങ് പോയാൽ രക്ഷപ്പെടൂല കേട്ടോ. വളരെ ശ്രദ്ധിക്കണം എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ ഉമ്മങ്ങന്മാരെ. എനിക്കും നിങ്ങൾക്കും ഖുശിയാക്കാൻ ഇവിടെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ 0 ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെന്താണ് ദിക്റും സലാത്തും ചൊല്ലിയവരാണ്. ആരും ചൊല്ലിത്തന്നതല്ല, മനഃപ്പാടമുള്ളവരാണ്. എന്നാൽ സക്രാത്തിൻ്റെ സമയത്ത് ചൊല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. ചെല്ലാൻ അറിയാത്തത് കൊണ്ടല്ല, ഇൽമില്ലാത്തത് കൊണ്ടല്ല, ബിരുദം കയ്യില്ലാത്തത് കൊണ്ടല്ല, മനഃപ്പാടമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ മക്കളെ, എൻ്റെ നിങ്ങളെ കൽബ് കൊള്ളയാണ് അല്ലാഹുവിൻ്റെ നോട്ടം. കൽബിൽ ഫിത്നയും ഫസാദും വസദും കിബറും കൽബിലുണ്ടെങ്കിലും അവനും നരകത്തിലാണ്. അത് കാദിയാർ ഒഴിച്ച്, അല്ലെങ്കിൽ ഖത്തീബ് ഒഴിച്ച്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒഴിച്ച്, അല്ല ഫാത്തിമ ഒഴിച്ച്, അല്ല ആയിഷ ഒഴിച്ച് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആര് ഫിത്ന ഉണ്ടാക്കിയോ മക്കളെ നരകം കാണേണ്ടി വരും കേട്ടോ. മക്കളെ, കൽബ് കൊള്ളയാണുള്ള നോട്ടം. എൻ്റെ നിങ്ങൾ കൊട്ടാരം കൊള്ളയല്ല മക്കളെ, വീട് കൊള്ളയല്ല മക്കളെ, സ്വർണത്തിൻ്റെ കട കൊള്ളയല്ല മക്കളെ, എന്താ വാഹനം കൊള്ളയല്ല, ഷർട്ട് കൊള്ളയല്ല, വെറും കൽബ് കൊള്ളയാണ് നോട്ടം കേട്ടോ. കൽബ് എങ്ങനെയാണോ എങ്കിൽ ഒന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പക്കാരെൻ്റെ ഉമ്മങ്ങന്മാർ വളരെ മോശമായ അന്തരീക്ഷമാണ് മക്കളെ. ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങളും പരാജയപ്പെട്ട കാലമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മങ്ങന്മാരെ, തന്ന ആയുസ് വെറുതെ കളയരുത് കേട്ടോ. തന്ന ആരോഗ്യം വളരെ കളയരുത് കേട്ടോ മക്കളെ. തന്ന എന്താണ് ചോരത്തുകൾ വളരെ കളയരുത് കേട്ടോ. അതെല്ലാം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിലേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ കാര്യം മക്കളെ, ദുനിയാവ് 0 ആണ്, ഖബറും 0 ആണ്, മഹ്ശറും 0 ആണ് മക്കളെ. അതേ നിലയ്ക്ക് എന്താ ബാപ്പ നിങ്ങൾ ചെല്ലാത്തത്? നിങ്ങളെല്ലാ രാജ്യത്തിൻ്റെ കാദിയല്ലേ, നിങ്ങളെല്ലാ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റല്ലേ, നിങ്ങളെ ലക്ഷക്കണക്കിന് ദിക്റും സലാത്തും ചെല്ലിയവരല്ലേ, എന്താ ബാപ്പ ചെല്ലാത്തത്? ചെല്ലാൻ പ്രയാസമാണ് മക്കളെ. കൽബ് കൊള്ളയാളോ
നോട്ടം കേട്ടോ. ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിൽ തങ്ങളും അന്നലക്ക് ആദിയാറും അന്നലക്ക് അതേ നിലക്ക് അങ്ങോട്ടങ്ങ് പോയാൽ പോരാ. എൻ്റെ ഉമ്മങ്ങന്മാരെ, എൻ്റെ ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ വിഭവങ്ങളല്ല ഇപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ് വിഭവങ്ങളല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് വിഭവങ്ങളല്ല, പഞ്ചായത്തിൻ്റെ വിഭവങ്ങളല്ല, എല്ലാം അള്ള തന്ന വിഭവങ്ങളാണല്ലോ. ഞാനും നിങ്ങളും കഴിച്ച് നല്ല ശരീരപുഷ്ടിയോട് കൂടി പോകുന്നിടത്തേക്കാണ് ചെറുപ്പക്കാരെ, ഇടത്തേക്കാണ് ഉമ്മാമാരെ ഞാൻ നിങ്ങൾ പോകുന്നത്. ഒന്നല്പം ചിന്തിച്ചു കൊള്ളുക ചെറുപ്പക്കാരെ. എവിടെയാണ് പോകുന്നത്? ഞാൻ നിങ്ങളുണ്ടാക്കിയ കൊട്ടാരത്തിലേക്കല്ല, വാടകൻ്റെ എന്താണ് ബിൽഡിങ്ങിലേക്കല്ല, മാളത്തിലേക്കാണുള്ള ചിന്ത വേണം കേട്ടോ. ഓർമ്മിൻ്റെയും ആമൻ്റെയും തേളിൻ്റെ മാളത്തിലേക്കാണ് പോകുന്ന ചിന്ത വേണം മക്കളെ. അവിടെ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ ചെയ്തതല്ലേ അവിടെ ഉണ്ടാവാം, അവിടെ പുതിയതൊന്നും ഉണ്ടാവില്ലല്ലോ മക്കളെ. അതുകൊണ്ട് തന്നെ അതാ ധൃതി കൂട്ടുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് തബർക്ക് കൊടുക്കുന്നില്ലേ? ഇവിടെ മത്സരമല്ലേ മക്കളെ? എന്താണ് തബർക്ക് വേണ്ടി ധൃതിയല്ലേ? എന്നാൽ ഇതേപോലെ ഖബറും മക്കളെ മത്സരമാണ്. പാമ്പുകളും തേളുകളും ഉറുമ്പുകളും നമ്മളെ ശരീരം ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളെ. രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു കാഴ്ച വൈ ദുനിയാവ് കാണും. ദുനിയാവിൽ തന്നെ മക്കളെ പോകണം. നാളെ ഖബറിൽ എന്താണ് അവർ നിസ്കരിക്കാനോ അവിടെ നോമ്പ് പിടിക്കാനോ ഒന്നും അവിടെ ഇല്ല കേട്ടോ. ഒരു സദഖ ചെയ്യാനും ഇല്ല മക്കളെ. എല്ലാം ഇവിടെ തന്നെ ചെയ്യണം. അതിനുള്ളതാണ് ദുനിയാവ് കേട്ടോ. ദുനിയാവ് രണ്ടിനും ഉള്ളതാണ് മക്കളെ. വിജയത്തിനും പരാജയത്തിനും ഉള്ളതാണ് കേട്ടോ. എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ ഉമ്മങ്ങന്മാർ വളരെ സൂക്ഷിക്കണം. നാവ് വളരെ ഒന്ന് ശ്രദ്ധിക്കണം. നാവ് മക്കളെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും രാജാവാണ് നാവ്. അത് നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു, അവൻ്റെ കുടുംബം നശിച്ചു, അവൻ്റെ നാട് നശിച്ചു. അതുകൊണ്ട് മക്കളെ നാവ് നന്നായാൽ അവൻ നന്നായി, അവൻ്റെ ശരീരം നന്നായി, അവൻ്റെ കൽബ് നന്നായി, അവൻ്റെ നാട് നന്നായി, എല്ലാം നന്നായി കേട്ടോ. സൂക്ഷിക്കണം.